അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് നേരെ ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് വരിക, ചായ കുടിക്കുക, പോവാ. ഞങ്ങൾ നൂഡിൽസും ഫ്രൈഡ് റൈസും ഒക്കെ കഴിച്ചു. നോക്ക് ഗൈസ്, ഇതൊന്നും ഇങ്ങനെ വീടുകളിൽ പിടിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. കണ്ടോ, ഇതിപ്പോ ഇല ഏതാ പുളി ഏതാന്ന് അറിയത്തില്ല അല്ലേ. നല്ല രസമുണ്ട്. ഗായ്സ്, അപ്പം ഞങ്ങൾ ഇതാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. ഇത് ഷെസ്വാൻ ന്യൂഡിൽസ് അല്ലേ? അല്ലല്ല, ഇത് ഷെസ്വാൻ ഫ്രൈഡ് റൈസ്. ഇത് ചിക്കൻ ന്യൂഡിൽസ്. ഓക്കേ, അപ്പം ഞങ്ങൾ ഓർഡർ ചെയ്ത ഐറ്റം എത്തിയിരിക്കുകയാണ്. ഞാൻ ന്യൂഡിൽസാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്, ചേച്ചി ഫ്രൈഡ് റൈസ്. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഈ മൽഗോവ ഫുള്ള് ചുറ്റിക്കറങ്ങി കാണിച്ചു തരുന്നതായിരിക്കും. കുറച്ച് സോസ് ഒഴിച്ചു. ഇത് കുറച്ച് സ്പൈസിയാണ്. ഗൈസ്, ഇതാണ് പിങ്കി മൽഗോവ. മൽഗോവയിലെ സ്പെഷ്യൽ എന്താ ജ്യൂസോ ഷേക്കോ ഐസ്ക്രീം എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ളൊരു സാധനമാണേ. അപ്പം ഇനി നമുക്ക് ഇതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ ലഞ്ച് നമ്മൾ കഫേ മൽഗോവയിൽ നിന്നാണ് കഴിക്കുന്നത്. കഴിച്ച് കഴിഞ്ഞു ആക്ച്വലി കേട്ടോ, കഴിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടേക്ക് ഒന്ന് ചുറ്റിക്കറങ്ങി കാണാം. ഇതെവിടെയാണെന്ന് വെച്ചാൽ ഓടനാട്ടമാണ്. ഓടനാട്ടം മെയിൻ ജംഗ്ഷനിലാണിത് ഉള്ളത്. ഒരുപാടുണ്ട് കാണാൻ, ഞാൻ കാണിച്ചു തരാം. ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ മീൽസ്, സീ ഫുഡ്, അറബിക് മന്തി, ചൈനീസ്, നാടൻ, പിന്നെ മൽഗോവ ജ്യൂസ്, സോൺ കഫേ, മൽഗോവ റെസ്റ്റോ. പിന്നെ ഇവിടെ നല്ല അടിപൊളി ഒരു അന്തരീക്ഷമാണ്, നല്ലൊരു ആംബിയൻസ് ആണ്. ആർക്കും വന്ന് ജസ്റ്റ് ഒരു ജ്യൂസ് എങ്കിലും കുടിച്ചിട്ട് പോവാൻ തോന്നും. പിന്നെ ഈ കഫേ മൽഗോവ ഞങ്ങൾ ഇത്ര സ്പെഷ്യലായത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ കാണുന്നതാണ് ഞങ്ങളുടെ വീട്. എന്നുവെച്ചാൽ എൻ്റെ മമ്മിയുടെ വീട്, ഓടനാവട്ടത്തെ വീട് അവിടെയാണ്. സോ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഇനി ഇവിടുത്തെ ഫുൾ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചിട്ട് നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. വീട്ടിലും കൊണ്ട് കുറേ കാണിക്കാനായിട്ട് അവിടെയുണ്ട് കുറേ ഐറ്റംസ്, വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ കാണിച്ചു തരാം ഞാൻ. ഇതിൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് വെച്ചാൽ ഓടനാവട്ടത്തുനിന്ന് നമ്മളിങ്ങനെ ജംഗ്ഷനിൽ നിന്ന് വരുമ്പോൾ ഒരു പള്ളി കാണാം. ഇത് കണ്ടോ നിങ്ങൾ, പള്ളി കാണുന്നുണ്ടോ? ഒരു മർത്തോമ പള്ളിയാണത്. അത് കഴിഞ്ഞ് വരുമ്പോൾ ഒരു ഓഡിറ്റോറിയം ഉണ്ട്, ഒരു AKS ഓഡിറ്റോറിയം. അതും കഴിഞ്ഞ് ഇങ്ങനെ വരുമ്പോൾ ഈ കാണുന്നതാണ് വീട്. അവിടെ നേരെ പോകുന്ന റോഡാണ് ഓയൂര് റോഡ്. സോ നമുക്കിത് നല്ലൊരു അടിപൊളി സ്പോട്ടാണ്. ഈവനിങ് ഒക്കെ ആകുമ്പോഴത്തേക്കും ഇവിടെ കാപ്പി ചായ ഒക്കെ കുടിക്കാനായിട്ട് വന്നിരിക്കാം. പിന്നെ ജ്യൂസ്, പിന്നെ അപ്പുറത്ത് റെസ്റ്റോറൻറ്റ്. ഇതേണ്ടേ ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരാൾ പാഴ്സലൊക്കെ വാങ്ങിച്ചിട്ട് വരികയാണ്. ഇതൊക്കെ ചുറ്റിക്കറങ്ങി കാണണ്ടേ. ഇതിപ്പോൾ നട്ടുച്ചയായതുകൊണ്ടാണ് ഇവിടെ നല്ല വെയിൽ. ഇതൊക്കെ രാത്രിയിൽ നല്ല അടിപൊളി ഒരു സ്പോട്ടാണ്. ഇതിൻ്റെയൊക്കെ ഓരോന്നും അകത്ത് ഓരോരുത്തർക്കും ഓരോ ടീമായിട്ടൊക്കെ വന്നിരിക്കാം. ഇവിടെ വെഡ്ഡിങ് ആനിവേഴ്സറി, ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ ഇവിടെ തന്നെയാണ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് ഇവിടെ അതിനുള്ള എല്ലാം ഉണ്ട്. ഇവിടെ നിന്നാലും നമ്മുടെ വീട് കാണാം. ഈ കാണുന്നതാണ് നമ്മുടെ വീട്. എൻ്റെ ചേച്ചിയുടെ കയ്യിലിരിക്കുന്ന ഫോൺ നോക്കിയേ. ഇങ്ങനെ ഒരു അപ്ഡേഷൻ ഞാൻ ഒരു ഫോണിലും കണ്ടിട്ടില്ല. അതായത് നമ്മൾ ക്ലിക്ക് ചെയ്യണ്ട, ജസ്റ്റ് ഇങ്ങനെ പോസ് ചെയ്താൽ മാത്രം മതി, ഫോട്ടോ വരും. കണ്ടോ നിങ്ങൾ? കണ്ടോ? വേണ്ടാ, കാണിച്ചു തരാം. ഞാൻ ഇപ്പൊ ജസ്റ്റ് ചിരിച്ചതാണ്. അത് ഫോട്ടോ ആയിട്ട് വന്നു. ഞാൻ ജസ്റ്റ് ഫോൺ നോക്കി ചിരിച്ചതേ ഉള്ളൂ, അതെല്ലാം ഫോട്ടോ ആയിട്ട് വന്നു. കൊള്ളാലോ. താണ്ടേ ക്ലിക്കൊന്നും ചെയ്യുന്നില്ല, നമ്മൾ ജസ്റ്റ് ഫോൺ നോക്കി ചിരിക്കുക, അത്രേ ഉള്ളൂ. അടിപൊളി. പിന്നെ നിങ്ങളിപ്പോൾ നോക്കിക്കോ,
ക്ലിക്ക് ആയിട്ടുണ്ട്. ഞാൻ എവിടെയും ക്ലിക്ക് ചെയ്തിട്ടില്ല, ഫോൺ ജസ്റ്റ് കൈ പിടിച്ചിട്ടേ ഉള്ളൂ. ആ ചേച്ചി ചിരിച്ചു. വീഡിയോ ഫോട്ടോ കാണിച്ചു തരാം. ഫോട്ടോ കൊള്ളാം, അടിപൊളി. ഇത് ഇപ്പം നല്ല ചൂട് കാലം ആയതുകൊണ്ട് വെള്ളമൊന്നും ഇല്ല. കുറച്ച് മഴ തണുപ്പത്തൊക്കെ ആയിരുന്നെങ്കിൽ ഇതുവഴി നല്ല കാര്യമാണ്. വെള്ളം ഇങ്ങനെ ഒഴുകി വരുമ്പോൾ നല്ല ഭംഗിയായിരുന്നു കാണാൻ. പിന്നെ ഇതേണ്ടേ ഈ ബലൂണിൻ്റെ ഇത് ഇവിടെ എന്തോ ഫംഗ്ഷൻ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ബലൂണെല്ലാം നമുക്ക് കാണാം. എല്ലാം അടിപൊളിയാണ്. സോ ഇതുവരെ വന്നിട്ടില്ലാത്തവരൊക്കെ ഒന്ന് വന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയായിട്ട് ചെറിയ രീതിയിൽ പലഹാരങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. സമയം 2 മണി ആയിട്ടേ ഉള്ളൂ. 4 മണി ആകുമ്പോഴത്തേക്ക് ഇവിടെ എല്ലാം ഫുള്ളായി മാറുന്നതായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് നേരെ ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് വരിക, ചായ കുടിക്കുക, പോവാ. ഗൈസ്, അപ്പം ഞങ്ങൾ അവിടെ നിന്ന് നേരെ നമ്മുടെ വീട്ടിലോട്ട് വരികയാണ്. ജസ്റ്റ് ക്രോസ് ചെയ്താൽ മാത്രം മതി, നമ്മുടെ വീട്ടിൽ കയറി. ഇനി വീട്ടിലെ ചുറ്റുമുള്ള കൊച്ചു കൊച്ചു വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. ഓക്കെ, ആദ്യം ഇതൊക്കെ ഒന്ന് കൊണ്ടുവരും. ഒരു ഫുൾ സ്ട്രോബെറി തിന്നിട്ട് ഇരിക്കുക. ഞങ്ങൾ നൂഡിൽസും ഫ്രൈഡ് റൈസും ഒക്കെ കഴിച്ച് അടിപൊളിയായിട്ട് വന്നിരിക്കുകയാണ്. അയ്യോ പിക്കു, ചെറുത് മാറ്റിയിട്ട് വലുത് തരുന്നു. താങ്ക് യു. രണ്ടും എടുത്തോണ്ട് പോയോ? താങ്ക് യു ഗായ്സ്. അപ്പം ഞങ്ങൾ മൽഗോവയിൽ പോയി ഫുഡൊക്കെ കഴിച്ച് വീട്ടിൽ വന്ന് അപ്പോഴത്തേക്കും പിള്ളേർ സ്കൂളൊക്കെ വിട്ട് വന്നതേ ഉള്ളൂ. അപ്പം നമുക്ക് ഇവിടെ സൈഡിൽ കുറച്ച് ചെറിയ ചെറിയ മരങ്ങളും കായ്കളും ഒക്കെ ഉണ്ട്. അതൊക്കെ കാണിച്ചു തരാം. ഓക്കെ, ഒരു പീക്കിരിയും കൂടി ഉണ്ട്. അതേ വരുന്ന അവൻ എന്താ കഴിക്കുന്നത്, ഇന്റർജോയ് ഒക്കെ കഴിച്ചിട്ട് വരിക. ആ ബാ, ഇതെന്തുവാന്ന് അങ്ങോട്ട് കാണിച്ചു കൊടുത്തത്. ഇതെന്തുവാ ഇത്? ഇതാണ് സ്റ്റാർ പുളി. നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ അച്ചാറിടാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. കണ്ടോ, ഇതിപ്പോ ഇല ഏതാ പുളി ഏതാന്ന് അറിയത്തില്ല അല്ലേ. നല്ല രസമുണ്ട്. താണ്ട എത്തി പിടിക്കുന്ന വലിയത് ഇത്രയും വലിയതാവും. ആ അടിപൊളി. അതുകൊണ്ട് അത് അടിച്ചിടാൻ വേണ്ടി അവരുടെ കയ്യിൽ ഒരു തോട്ട പോലത്തെ സാധനമൊക്കെ ഉണ്ട്. മതി മതി മതി. എന്തിയേ? ആ വേണ്ടേ, ഇതാണ് ആ സാധനം. ഇത് കട്ട് ചെയ്യുമ്പോഴേ കറക്റ്റ് സ്റ്റാറിന്റെ ഷേപ്പ് വരത്തുള്ളൂ. അതുകൊണ്ടാണ് ഇതിന് സ്റ്റാർ പുളി എന്ന് പേര് വന്നത്. അതെ, ഇതെന്തുവാ? പഴുത്തത്. പഴുത്തത്. ഇതെന്തുവാ? പച്ച. അതെന്തുവാ? ഇനി എന്തുവാ ഒരു വെറൈറ്റി? പീനട്ട്. ഓ എന്റെ അമ്മോ, നോക്ക് ഗൈസ്, ഇതൊന്നും ഇങ്ങനെ വീടുകളിൽ പിടിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇത് കഴിക്കാൻ നല്ലയാണോ? ചിലവർക്ക് ഇഷ്ടപ്പെടും. എന്തുവാ എന്തോ തുപ്പിക്കളയുണ്ട്? കുരുവോ? ഓക്കേ, അത് ഇതൊന്ന് തിന്നു നോക്കാം. നമുക്ക് ആദ്യം ഇതിങ്ങനെ ജസ്റ്റ് എടുത്തിട്ട് കഴിച്ചു നോക്കാം. പിന്നെ അച്ചാറിടാനും നല്ല കേട്ടോ. നല്ല പഴുപ്പ്. അതോ നിൽക്കുന്നൊരു പഴുത്തത് ഉള്ള. ഇത് അധികം പഴുത്തിട്ടില്ല, നല്ല പഴുത്ത തന്നെയുള്ളതുകൊണ്ട് ഞാൻ കാണിച്ചു തരാമേ. ഇത് ഇതല്ലേ ചാമ്പയ്ക്ക? ആ പിന്നെന്താ ഉള്ളത്?
ഇത് റംബൂട്ടാൻ. യെസ് യെസ്. ഇവിടെ ഫുള്ള് നല്ല രസമാണ്. ദേ കമ്പോടൊക്കെ ഓടിച്ചോണ്ട് വരുന്നു. റംബൂട്ടാൻ പിടിച്ചിട്ടില്ല ഇപ്പൊ. ഞാൻ വേറൊരു സാധനം കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇപ്പോഴത്തെ ട്രെൻഡിങ് അലക്കുകല്ല്. ഇൻസ്റ്റഗ്രാമിൽ കണ്ട് ഇൻസ്പയർ ആയിട്ട് ഓടിപ്പോന്നു. തുണി അലക്കാത്ത ഒരാൾ അലക്കുകല്ല്. അയ്യോ ദേ ചാടുന്നൊരുത്തൻ. വെള്ളത്തിൽ കളിക്കേണ്ടവർക്കൊക്കെ ഇഷ്ടം പോലെ വെള്ളത്തിൽ കളിക്കല്ലേ. കൊള്ളാം കൊള്ളാം കൊള്ളാം, നല്ലതാണ്. എന്നിട്ട് ഈ പൈപ്പ് വഴി വെള്ളം അങ്ങ് പോവും. ഓ ഫുൾ സെറ്റപ്പ്, അടിപൊളി സെറ്റപ്പ് ആണല്ലോ ഇത്. ഇതാണ്ട് ആർക്കും ശല്യം ഇല്ലാതെ വെള്ളം ഒഴുകി പൊക്കോളും. അപ്പൊ ഞങ്ങള് വീണ്ടും ഒരു സ്റ്റാർ ഫ്രൂട്ടിന്റെ അടുത്ത് തന്നെ വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ പീനട്ട് ബട്ടർ. പക്ഷെ ഇത് കുറച്ചും കൂടെ നല്ല പഴുത്തത് കഴിക്കാനാണ് രുചി കേട്ടോ. ഇതിനകത്തെ ഏതാ സാധനം ഏതാന്ന് കണ്ടപ്പോ ഇട്ടൊക്കെ മനസ്സിലാവത്തില്ല. അതാണ് വ്യത്യാസം. നീ അവിടെ എന്തോ ചെയ്യുമോ? ഓക്കെ ഗൈസ്, ഇത് മാംഗോസ്റ്റിനോ റംബൂട്ടാനോ ഒന്നാണോ? അല്ലല്ല, മാംഗോസ്റ്റിനകത്ത് കണ്ടാ വെളുത്തുള്ളി ഒലിക്കും അതുപോലെ. ഓ അപ്പൊ ഇതാണ് ഗായ്സ് ഇന്നത്തെ ഓടനാവട്ടം വിശേഷങ്ങൾ. നമ്മുടെ വീടും മൽഗോവ റെസ്റ്റോറൻറ്റും ഒക്കെ കാണിച്ചു തന്നു. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ കുറച്ച് ലെങ്തി ആയി എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ എന്തായാലും ടാറ്റ, ബൈ ബൈ. വീഡിയോ കണ്ടവരൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.